നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ട്രെൻഡ് എൻട്രി ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഇതിൽ മെയിനായിട്ട് ട്രെൻഡ് എൻട്രി, EVM വോട്ട് എൻട്രിയും പോസ്റ്റൽ വോട്ട് എൻട്രിയും വിന്നറെ ഡിക്ലെയർ ചെയ്യുക, ഫോം ഡൗൺലോഡ് ആണ് നമുക്ക് വരുന്നത്. നിങ്ങളുടെ ലോഗിൻ 8-ാം തീയതി ആകുമ്പോഴേക്കും DO ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലോഗിൻ കിട്ടാത്തവർ DO ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് ലോഗിൻ ട്രെൻഡിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും മേടിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ട്രെൻഡ് എൻട്രി ചെയ്യുന്ന 2 സൈറ്റുകൾ എന്ന് പറയുന്നത് http://entry1.trend.kerala.gov.in അല്ലെങ്കിൽ നമുക്ക് http://entry2.trend.kerala.gov.in എല്ലാ കൗണ്ടിംഗ് സെൻറ്ററിലെയും ട്രെൻഡ് എൻട്രി വരുത്തുന്നതിനുള്ള വെബ്സൈറ്റ്. കേസ് വാനുകളിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ സൈറ്റ് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ലോഗിൻ കിട്ടിയതിന് ശേഷം നമുക്ക് സൈൻ ഇൻ കൊടുക്കാം. സൈൻ ഇനിൽ നിങ്ങളുടെ ലോഗിൻ ID എൻട്രി ചെയ്യുക. ബ്ലോക്കിൻ്റെ ലോഗിനിൽ എപ്പോഴും എൻഡ് ചെയ്യുന്നത് B-യിലായിരിക്കും, അത് ശ്രദ്ധിക്കുക. ഐഡിയും പാസ്വേഡും സേവ് ചെയ്ത് വയ്ക്കരുത്, ഓരോ പ്രാവശ്യം എൻട്രി ചെയ്ത് കയറുക. ആദ്യം വാർഡ് മാപ്പിംഗ് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബ്ലോക്കിനകത്ത് വരുന്ന ഓരോ വാർഡിൻ്റെ എഗെയിൻസ്റ്റുമുള്ള ഗ്രാമപഞ്ചായത്തും പോളിംഗ് സ്റ്റേഷനും ഗ്രാമപഞ്ചായത്ത് വാർഡും അതിൻ്റെ പോളിംഗ് സ്റ്റേഷനും കറക്റ്റ് ആണോ എന്ന് ഒരിക്കൽ കൂടി കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ട്രെൻഡിൻ്റെ റിസൾട്ട് വരുന്നതിൽ ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് എൻട്രി ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് മാറിയായിരിക്കും വരിക. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ ഇവിടെ വരുന്ന ലിസ്റ്റിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ കൗണ്ടിംഗ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ROമാരുടെ നോമിനേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും കിട്ടുന്നതായിരിക്കും. ഈ ട്രെൻഡ് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ട്രെൻഡിൻ്റെ സൈറ്റിൽ കയറുമ്പോഴും നമുക്ക് ലോഗിൻ ചെയ്ത് ഇതിനകത്തുനിന്ന് എടുക്കാം. അത് കൗണ്ടിംഗ് സ്ലിപ്പ് GP BP ഒരു പോളിംഗ് സ്റ്റേഷന് നിങ്ങളുടെ കൺസേൺഡ് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാം പോളിംഗ് സ്റ്റേഷൻസിനനുസരിച്ച് നമുക്ക് കൗണ്ടിംഗ് സ്ലിപ്പ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പോസ്റ്റൽ വോട്ടാണെങ്കിൽ പോസ്റ്റൽ വോട്ടിൻ്റെതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വാർഡ് മാപ്പിംഗ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് പോളിംഗിൻ്റെ അന്ന് രാത്രി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഗ്രാമപഞ്ചായത്ത് വോട്ടർ ടേൺ ഔട്ട് എൻട്രി ചെയ്തു 100% ആക്കിയിട്ടുണ്ട് എല്ലാ ROമാരും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ട്രെൻഡ് എൻട്രി സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, ട്രെൻഡ് എൻട്രി ഇതിൽ ട്രെൻഡ് എൻട്രി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ ബേസിസിലാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ട്രെൻഡ് എൻട്രി ക്ലിക്ക് ചെയ്യുക. അവിടെ വാർഡിൻ്റെ നമ്പർ 3 ഡിജിറ്റിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് വാർഡാണെങ്കിൽ നമുക്ക് 001, പോളിംഗ് സ്റ്റേഷൻ്റെ കോഡ് 001 എന്നുള്ളത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ കാൻഡിഡേറ്റ് കാണിക്കും. വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് വർക്കല ബ്ലോക്കിൻ്റെ 13-ാം വാർഡിലാണ് വരുന്നത്. വാർഡ് മാപ്പിംഗ് പ്രകാരം അങ്ങനെയാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ആ വാർഡിലെ കാൻഡിഡേറ്റ് ഇത് തന്നെയാണോ എന്നുള്ളതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ നമുക്ക് EVM വോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഇതുപോലെ വാർഡ് നമ്പർ കൊടുക്കുക, പോളിംഗ് സ്റ്റേഷൻ നമ്പർ കൊടുക്കുക. ദെൻ കിട്ടിയ വോട്ട് എത്രയാണോ അത് എൻട്രി ചെയ്യുക. ടോട്ടൽ ഇവിടെ മാനുവലി തന്നെ എൻട്രി ചെയ്യണം, ഇല്ല എങ്കിൽ സേവ് ആവത്തില്ല. അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോളിംഗ് സ്റ്റേഷൻ, അങ്ങനെ എല്ലാ പോളിംഗ് സ്റ്റേഷൻ്റെ EVM വോട്ട് എൻട്രി നമ്മൾ നടത്തുക. ദെൻ അതിനുശേഷം ഇപ്പോൾ ഒരു 15-ാം വാർഡാണ് എങ്കിൽ 15-ാം വാർഡിൻ്റെ 001 നമ്മൾ പോളിംഗ് സ്റ്റേഷനും വാർഡും കൊടുത്തു. ഇപ്പോൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുള്ള ഡേറ്റ നമുക്കിവിടെ കാണുന്നതായിരിക്കും. ആ വാർഡിൻ്റെ ആ പോളിംഗ് സ്റ്റേഷൻ അഗെയിൻസ്റ്റ് കിട്ടിയ EVM വോട്ട് എത്രയാണോ നമ്മൾ ഒരിക്കൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എല്ലാ വോട്ടും എൻട്രി ചെയ്യുക. അതിനുശേഷം ഒരു വാർഡിൻ്റെ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്യാനോ നമുക്ക് കൗണ്ട് ഓവർ ബട്ടൺ വരത്തില്ല. ഇപ്പോൾ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് കൗണ്ട് ഓവറും വിന്നറെ ഡിക്ലെയർ ചെയ്യാനും എല്ലാം സാധിക്കുകയുള്ളൂ. ബ്ലോക്കിൻ്റെ ഇതിൽ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്യുന്നതിന് സെപ്പറേറ്റ് മെനു ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പോസ്റ്റൽ വോട്ട്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബ്ലോക്കിലുള്ള എല്ലാ വാർഡുകളും ലിസ്റ്റ് ചെയ്യും. ആ വാർഡിന് അഗെയിൻസ്റ്റ് ട്രെൻഡ് എൻട്രി കൊടുക്കുക. ഇൻ കേസ് പോസ്റ്റൽ വോട്ട് ഇല്ല എങ്കിൽ പോലും 0 കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമേ കൗണ്ട് ഓവർ ബട്ടൺ വരികയുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പോസ്റ്റൽ വോട്ട് ഇല്ല എന്ന് കരുതിയിട്ട് എൻട്രി ചെയ്യാതിരിക്കരുത്. പോസ്റ്റൽ വോട്ട് 0 കൊടുത്ത് സേവ് ചെയ്യണം. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് വരും. ടോട്ടൽ വോട്ടിൻ്റെ അവിടെ ഇപ്പോൾ നമുക്ക് പോസ്റ്റൽ വോട്ട് ഇല്ല എങ്കിൽ 0 കൊടുക്കുക. ഇൻ കേസ് ഉണ്ട് എങ്കിൽ നമുക്ക് അത് എൻട്രി ചെയ്ത് സേവ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രെൻഡ് എൻട്രിയുടെ ഇവിടെ വരുമ്പോൾ PS ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. PS ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ EVM വോട്ടിൻ്റെ എൻട്രി സ്റ്റാറ്റസ് ആണ് ഇവിടെ വരുന്നത്. പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അത് വന്നിട്ടുണ്ടെന്ന് ഡിക്ലെയർ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാർഡിന് മാത്രമാണ് പോസ്റ്റൽ വോട്ട് ടിക്ക് വന്നിട്ടുള്ളത്.
0 കൊടുത്ത് സേവ് ചെയ്യാം. അതിനുശേഷം പോസ്റ്റൽ വോട്ട് ഡിക്ലെയർ റിപ്പോർട്ട്സിനകത്ത് വരുമ്പോൾ വർക്കല വെട്ടൂരിൽ നമുക്ക് കൗണ്ട് ഓവർ കൊടുക്കാൻ വന്നിട്ടില്ല. പക്ഷെ പോസ്റ്റൽ വോട്ട് എൻട്രി വന്നിട്ടുണ്ട്, പക്ഷെ കൗണ്ട് ഓവർ വന്നിട്ടില്ല. അതിന് കാരണം അതിൻ്റെ കൺസേൺഡ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുണ്ടാവും. ഈ വെട്ടൂർ ഈ 13ാം വാർഡിൻ്റെ കൺസേൺഡ് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കൗണ്ട് ഓവർ ആകാത്തത് കൊണ്ടാണ് ബ്ലോക്കിൻ്റെ ഇതിലും കൗണ്ട് ഓവർ വരാത്തത്. ഓക്കെ, ആക്ഷൻ കൊടുത്ത് നമ്മൾ അത് വിന്നറെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഫോം 25 ഡൗൺലോഡ് ചെയ്യാം. ഫോം 25 ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന EVM വോട്ട്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ആരൊക്കെ ഉണ്ട് ഫോം 25 ഓക്കെ ആണെന്ന് സൈൻ മേടിച്ചതിന് ശേഷം മാത്രമേ വിന്നറെ ഡിക്ലെയർ ചെയ്യാവൂ. വൺസ് വിന്നറെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു ഡബിൾ ചെക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ ചെക്ക് എപ്പോഴും ആവശ്യമാണ്. കൗണ്ട് ഓവർ വന്നു, അതിനുശേഷം നമുക്ക് വിന്നറെ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർഡ് നമ്മൾ വിന്നർ ആരാണെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ലീഡിംഗ് കാൻഡിഡേറ്റ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. വിന്നറെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ കാൻഡിഡേറ്റിന്റെ പേര് കൂടി നമുക്ക് അലേർട്ടിൽ കാണിക്കും. അതിനുശേഷം ഇതിനകത്ത് നിന്ന് നമുക്ക് ഫോം 25, 25A, 26, 27 ഈ 4 ഫോംസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് പ്രിന്റ് എടുത്ത് ആരോ സൈൻ ചെയ്താൽ മതിയാകും. ഇങ്ങനെ എല്ലാ വാർഡുകളിലെയും കൗണ്ട് ഓവറും വിന്നറെ ഡിക്ലെയർ ചെയ്യുന്നതും ഇതേ ആക്ടിവിറ്റീസ് അതത് സമയങ്ങളിൽ തന്നെ ചെയ്തു തീർക്കാം. പോസ്റ്റൽ വോട്ട് 0 ആണെങ്കിൽ പോലും നമ്മൾ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്തിരിക്കണം. താങ്ക് യു.